എല്ലാവർക്കും നമസ്കാരം. ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും എയിംസിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. റിക്രൂട്ട്മെന്റിലേക്ക് ധാരാളം പോസ്റ്റുകളുണ്ട്, ധാരാളം വേക്കൻസി ഉണ്ട്. നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. റിക്രൂട്ട്മെന്റിലേക്ക് 2 ഡിസംബർ 2025 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. എക്സാമിനേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 24 ഡിസംബർ വരെയാണ്. സോ നമുക്ക് ഏതൊക്കെ പോസ്റ്റുകളുണ്ട്, അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ധാരാളം വേക്കൻസികളുണ്ട്. നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ ഡീറ്റെയിൽസും 1 by 1 നോക്കാം. ഒന്നാമത് അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ ആണ്. ക്വാളിഫിക്കേഷൻ MSCയും 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. വാർഡൻ ഫീമെയിൽ, ഡിഗ്രിയും ഡിപ്ലോമയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 27 വയസ്സിന് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പോസ്റ്റിലേക്കും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആണ്. അസിസ്റ്റന്റ് തസ്തികയിലേക്ക് 3 വർഷത്തെ ബാച്ചിലർ ഡിഗ്രിയും കമ്പ്യൂട്ടറിന്റെ നോളജും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്, ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ് അടുത്ത പോസ്റ്റ്. ഡിഗ്രിയും കമ്പ്യൂട്ടർ പ്രൊഫഷൻസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 21 മുതൽ 30 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഓഫീസ് സൂപ്രണ്ടന്റ്, ബാച്ചിലർ ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ലെവൽ 2 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്ത പോസ്റ്റ് ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് LDC ആണ്. +2 പാസും ടൈപ്പിംഗും അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ലെവൽ 2 ആണ് സാലറി സ്കെയില്. അടുത്ത ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. 18 മുതൽ 27 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ ആണ്. +2 പാസും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ടൈപ്പിംഗ് അറിയാവുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. അടുത്ത സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണ്. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. ടൈപ്പിംഗ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത അപ്പർ ഡിവിഷൻ ക്ലർക്കാണ്. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ലെവൽ 4 ആണ് സാലറി സ്കെയില്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ സിവിൽ ആണ്. ഗ്രാജുവേറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലെവൽ 6 ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. ഗ്രാജുവേറ്റ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. അല്ലെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ AC&R ആണ്. മെക്കാനിക്കൽ ആണ്. ഗ്രാജുവേറ്റ് ഇൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത ജൂനിയർ ഓഡിയോളജിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ BSc ഡിഗ്രി ഇൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആണ്. ഡിസേബിൾ ആയിട്ട് MSc ചോദിക്കുന്നുണ്ട്. അടുത്ത ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ ഓർ ലൈൻമാൻ ആണ്. ഇലക്ട്രീഷ്യന് 10ാം ക്ലാസ്സും ITIയും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ലൈൻമാൻ 10ാം ക്ലാസ്സും ITIയും 2 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. വയർമാനിലേക്ക് 10ാം ക്ലാസ്സും ITIയും 5 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. അടുത്ത ഓഫീസ് ഓർ മാനേജർ ഓർ സൂപ്പർവൈസർ ഗ്യാസ് പമ്പ് മെക്കാനിക് ആണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 40 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 7 ആണ് സാലറി സ്കെയിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഗ്യാസ് ഓർ പമ്പ് മെക്കാനിക്കിലേക്ക് +2 സയൻസ് വിത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലെവൽ 4 ആണ് സാലറി സ്കെയില്. മാനേജർ ഫോർ വർക്ക്ഷോപ്പിലേക്കാണെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഒരു ഇലക്ട്രിക്കൽ ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ലെവൽ 7 ആണ് സാലറി സ്കെയിൽ. 35 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് മെയിൻ ഫോൾ ടെക്നീഷ്യൻ ആണ്. +2 വിത്ത് 7 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. 35 വയസ്സുള്ള ഏജ് ലിമിറ്റ്. ലെവൽ 5 ആണ് സാലറി സ്കെയിൽ. അടുത്ത അസിസ്റ്റന്റ് ലോണ്ടറി സൂപ്പർവൈസർ ആണ്. +2 പാസും ഡിപ്ലോമയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 30 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അടുത്ത ടെക്നീഷ്യൻ ആണ്. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർ ടെക്നീഷ്യൻ ആണ്. ഓപ്പറേഷൻ തിയേറ്റർ BSc ഇൻ OT ടെക്നീഷ്യൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ +2ഉം ഡിപ്ലോമയും 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. 35 വയസ്സുള്ള ഏജ് ലിമിറ്റ്. അത് ടെക്നിക്കൽ ഓഫീസർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. +2 സയൻസ് OT വിത്ത് 13 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ BSc വിത്ത് 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ടെക്നിക്കൽ ഓഫീസർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. BSc ഇൻ OT ഓർ +2 വിത്ത് സയൻസ് വിത്ത് ഡിപ്ലോമ. അതുകൂടാതെ 13 വർഷം എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 40 വയസ്സുള്ള ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോസ്റ്റ് ഫാർമസിസ്റ്റ് ആണ്. അറ്റൻഡന്റ് തസ്തികയിലേക്ക് ഡിപ്ലോമ ഇൻ ഫാർമസി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫാർമസിസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി
ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 27 വയസ്സുള്ള ഏജ് ലിമിറ്റ് ഏജിന് ഇലാസ്റ്റിക് ലഭിക്കുന്നതാണ്. അടുത്ത കാഷ്യർ ഓർ ജൂനിയർ അക്കൗണ്ട്സ് ഓഫീസറാണ്. ഡിഗ്രി ഇൻ കൊമേഴ്സ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ എയിംസിലേക്കും വേക്കൻസി ഉണ്ട്. ജൂനിയർ അക്കൗണ്ട് ഓഫീസറാണ് അടുത്തത്. ഗ്രാജുവേറ്റ് ഇൻ കൊമേഴ്സ് ആണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അവിടെ അസിസ്റ്റന്റ് സ്റ്റോർ ഓർ ജൂനിയർ സ്റ്റോർ ഓർ സ്റ്റോർ കീപ്പർ കം ക്ലർക്കാണ്. അസിസ്റ്റന്റ് സ്റ്റോറിലേക്ക് ഡിഗ്രിയും അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഡിപ്ലോമ ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത അസിസ്റ്റന്റ് സ്റ്റോർ 18-35 വയസ്സിലാണ്. ലെവൽ 7 ആണ് സാലറി സ്കെയിൽ. ഡിഗ്രി അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ബാച്ചലർസ് ഡിഗ്രി ഇൻ മെറ്റീരിയൽ മാനേജ്മെന്റ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ജൂനിയർ സ്റ്റോർ ഓഫീസറാണ്. ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 35 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോർ കീപ്പറിലേക്ക് സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. സ്റ്റോർ കീപ്പർ ജനറലിലേക്ക് ബാച്ചലർസ് ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് മെറ്റീരിയൽ ഓർ സ്റ്റോർ മാനേജ്മെന്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോർ കീപ്പർ കം ക്ലർക്കിലേക്കാണെങ്കിൽ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത CSD ടെക്നീഷ്യൻ ആണ്. BSc മൈക്രോബയോളജി ഓർ മെഡിക്കൽ ടെക്നോളജി വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് വിത്ത് 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത് മോർച്ചറി അറ്റൻഡന്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 ഓർ ഇക്വൽ വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. റിസപ്ഷൻ ഹാൾ അറ്റൻഡന്റ് പോസ്റ്റിലേക്കാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഗ്രേഡ് 3 ആണ്. 10ാം ക്ലാസ്സും സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 18-30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മോർച്ചറി അറ്റൻഡന്റ് തസ്തികയാണ്. 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനും 1 വർഷത്തെ ഡിസേബിൾ ആയിട്ടുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് +2 സയൻസ് പഠിച്ചിരിക്കുക. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഓഫീസർ സ്റ്റോർ അറ്റൻഡന്റ് 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ലാബ് അറ്റൻഡന്റ് ഗ്രേഡ് 2 ഓർ ടെക്നീഷ്യൻ ആണ്. ജൂനിയർ മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിലേക്ക് +2 സയൻസ് വിത്ത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ +2 സയൻസ് ആൻഡ് BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത ലാബ് അറ്റൻഡന്റ് ആണ്. +2 വിത്ത് സയൻസും ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ആയിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത ലാബ് ടെക്നീഷ്യൻ ആണ്. +2 വിത്ത് സയൻസും ഡിപ്ലോമയും അതുപോലെ ഡിസേബിൾ ആയിട്ട് BSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 സയൻസ് വിത്ത് ഡിപ്ലോമയാണ്. ടെക്നീഷ്യൻ ലബോറട്ടറി ആണ് അടുത്ത പോസ്റ്റ്. BScയും അതുപോലെ 5 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. അടുത്ത ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ആണ്. ലൈബ്രറി ഗ്രേഡ് 1 ആണ്. ബാച്ചലർസ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ BSc ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് ജൂനിയർ സ്കെയിൽ സ്റ്റെനോ ആണ്. +2 ക്ലാസ് അതുപോലെ തന്നെ +2 പാസ്സായിരിക്കുക. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. സ്കിൽ ടെസ്റ്റ് ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പേഴ്സണൽ അസിസ്റ്റന്റ് ഓർ PA2 പ്രിൻസിപ്പൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ 10 മിനിറ്റിൽ 100 വേർഡ്സ് പെർ മിനിറ്റ് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ. കൂടാതെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. അടുത്ത സ്റ്റെനോഗ്രാഫർ ആണ്. +2 പ്ലസ് ടൈപ്പിംഗ് ടെസ്റ്റ് ഡിക്റ്റേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ട്രാൻസ്ക്രിപ്ഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത മെഡിക്കൽ സോഷ്യൽ വർക്കർ ഓർ മെഡിക്കൽ സോഷ്യൽ സർവീസ് ഓഫീസർ ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ MA വിത്ത് മെഡിക്കൽ സോഷ്യൽ വർക്ക് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസും നിർബന്ധമായിട്ട് ചോദിക്കുന്നുണ്ട്. അടുത്ത മെഡിക്കൽ സോഷ്യൽ വർക്കറാണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെഡിക്കൽ സോഷ്യൽ വർക്കർ MSW ആണ്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ടെക്നിക്കൽ ഓഫീസറാണ്. +2 സയൻസും ഡിപ്ലോമ 2 വർഷത്തെ ഡ്യൂറേഷണൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർ അസിസ്റ്റന്റ് ഫയർ ഓഫീസറാണ്. ഡിഗ്രി
ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 107 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ലെവൽ 6 ആണ് സാലറി സ്കെയില്. ഡിസേബിൾ ആയിട്ട് ആർമഡ് ഫോഴ്സസ് പേഴ്സണൽസ് ആണെങ്കിൽ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ. അടുത്ത ഫയർ ടെക്നീഷ്യൻ ഓർ സെക്യൂരിറ്റി കം ഫയർ അസിസ്റ്റന്റ് ആണ്. +2 ആണ് ക്വാളിഫിക്കേഷൻ. ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ, ജസ്റ്റ് 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ജൂനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ മൾട്ടി റീഹാബിലിറ്റേഷൻ വർക്കർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BPT ഓർ BTH ഓർ BPTH ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. ജൂനിയർ ആണെങ്കിൽ +2 സയൻസ്, അതുപോലെ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഡ്രൈവർ ആണ്. ഡ്രൈവർ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്സും LMEയും HMEയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത ജൂനിയർ മെഡിക്കൽ റെക്കോർഡ് ഓഫീസർ ആണ്. ഡിഗ്രി ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ഓർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജൂനിയർ വാർഡൻ ആണ്. ഗ്രാജുവേറ്റും ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത് സീനിയർ നേഴ്സിംഗ് ഓഫീസർ ആണ്. മൾട്ടിപർപ്പസ് വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് 10ാം ക്ലാസ്സും അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് വർക്കറിന്റെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ANM കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത സീനിയർ നേഴ്സിംഗ് ഓഫീസർ ആണ്. BSc നേഴ്സിംഗ് 4 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 1 BSc നേഴ്സിംഗ് 4 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സാനിറ്ററി ഇൻസ്പെക്ടർ ആണ്. +2 കോഴ്സ് 1 വർഷത്തെ കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. ഒരു ജൂനിയർ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിന് പോസ്റ്റ് ആണ്. +2 സയൻസും ബാച്ചലേഴ്സ് ഡിഗ്രിയും, +2 സയൻസ് കൂടാതെ ബാച്ചലേഴ്സ് ഡിഗ്രിയും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒക്കുപേഷണൽ തെറാപ്പി ആയിരിക്കണം ബാച്ചലേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ ആണ്. മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഹിന്ദി ആയിരിക്കണം, അതുപോലെ ഇംഗ്ലീഷ് കമ്പൽസറി ആയിട്ട് എലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ് ആണ്. BSc ലൈഫ് സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1 വർഷത്തെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ റേഡിയേഷൻ ആൻഡ് ഐസോട്ടോപ്പ് ടെക്നീഷ്യൻ പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. യോഗ ഇൻസ്ട്രക്ടർ ആണ് അടുത്ത പോസ്റ്റ്. ഗ്രാജുവേറ്റും ഡിപ്ലോമ ഇൻ യോഗ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോഗ്രാമറാണ് അടുത്ത പോസ്റ്റ്. BE BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഓർ മാത്തമാറ്റിക്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ടൈലർ ഗ്രേഡ് 3 ആണ്. 10ാം ക്ലാസ്സും IT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സ്റ്റാറ്റിക്കൽ അസിസ്റ്റന്റ് ആണ്. MSc അല്ലെങ്കിൽ MA ഇൻ സ്റ്റാറ്റിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ മാത്സ് എക്കണോമിക്സ് സോഷ്യോളജി പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ ഇൻസ്ട്രുമെന്റ് ആണ്. BE ഓർ BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ആണ്. MSc മെഡിക്കൽ മൈക്രോബയോളജി അല്ലെങ്കിൽ മെഡിക്കൽ ഫാർമക്കോളജി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ജൂനിയർ എഞ്ചിനീയർ സേഫ്റ്റി ആണ്. BE BTech ഇൻ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 30 വയസ്സിനുള്ള ഏജ് ലിമിറ്റ്. ലെവൽ 6 ആണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇത്രയും പോസ്റ്റാണ് വന്നിരിക്കുന്നത്. ഓരോ എയിംസിലേക്കും സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. താങ്ക്